നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. കഥയുടെ പേര് കോപത്തിന്റെ ഫലം. ചില സമയങ്ങളിൽ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പല ആപത്തുകൾക്കും കാരണമാകും. ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. തന്റെ വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് വയലിലേക്ക് നോക്കി അയാൾ സന്തോഷിച്ചിരുന്നു. കൂടാതെ ധാരാളം മുട്ടയിടുന്ന കോഴികൾ കൂടി അയാൾക്കുണ്ടായിരുന്നതിനാൽ മുട്ട വിറ്റ് കിട്ടുന്ന പണം അയാൾക്കൊരു വരുമാന മാർഗം കൂടിയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു കുറുക്കൻ കർഷകന്റെ കോഴികളെ നോട്ടമിട്ടു. അവൻ രാത്രികാലങ്ങളിൽ ഓരോ കോഴിയായി പിടികൂടി അകത്താക്കി. കുറുക്കനാണ് തന്റെ കോഴികളെയെല്ലാം വകവരുത്തിയെന്ന് മനസ്സിലാക്കിയ കർഷകൻ ഒരു രാത്രി കുറുക്കനെ കെണി വച്ചു പിടിച്ചു. പിന്നെ കുറുക്കനെ കുറേ തല്ലി. എന്നിട്ടും കൃഷിക്കാരന്റെ ദേഷ്യം തീർന്നില്ല. അവസാനം കുറച്ച് തുണി കൊണ്ടുവന്ന് കൃഷിക്കാരൻ കുറുക്കന്റെ വാലിൽ ചുറ്റി. എന്നിട്ട് എണ്ണയിൽ മുക്കി വാലിൽ തീ കൊളുത്തി. പൊള്ളലേറ്റ കുറുക്കൻ ചാടി മറിഞ്ഞ് കെട്ടിയിരുന്ന കയറ് പൊട്ടിച്ച് ഗോതമ്പ് പാടത്ത് ഓടാനും കിടന്നുരുളാനും തുടങ്ങി. അപ്പോൾ തീ ഗോതമ്പ് പാടം മുഴുവൻ പടർന്നു. വിളഞ്ഞുണങ്ങി നിന്ന ഗോതമ്പ് മുഴുവൻ കത്തി നശിച്ചു. കുറുക്കനോടുള്ള ദേഷ്യം കൊണ്ട് ബോധമില്ലാതായ കൃഷിക്കാരൻ തന്റെ കൃഷിയെല്ലാം നശിപ്പിക്കുകയാണുണ്ടായത്. അങ്ങനെ ധനവാനാകാൻ കാത്തിരുന്ന കർഷകൻ നിമിഷ നേരം കൊണ്ട് ദരിദ്രനായി മാറി. രോഷം നിമിത്തം ചിന്തിക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. അത് ചിലപ്പോൾ ഒരു ആയുസ്സിന്റെ കണ്ണീരിനിടയാക്കും. അതെ, ദേഷ്യം ഉള്ളിൽ കയറിയാൽ ബോധം പുറത്തു പോകും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.